ഞാനൊരു കൂവ നട്ടിട്ടുണ്ടായിരുന്നേ. മട്ടന്നൂരിൽ നിന്ന് എനിക്ക് ഒരു 3-4 കഷ്ണം കിട്ടിയതാണ്. അത് ഞാൻ കൊണ്ടുപോയി നട്ടു. വൈകിയായിരുന്നു നട്ടത്, അതുകൊണ്ടാണ് ഇപ്പം കിളക്കാൻ വൈകിയത്. ഞാനത് നല്ല പോലെ കിളച്ചു. ഒരു 3-4 കിലോ കിട്ടിയെന്ന് തോന്നുന്നേ. അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിൽ നല്ലപോലെ ഇട്ട് കഴുകി അങ്ങനെയാണ് ഞാൻ വേവിക്കുക. പിന്നെ വട്ടത്തിലരിഞ്ഞ് മഞ്ഞളും ഇട്ട് വേവിച്ചു. ഇത് വെറുതെ പെറുക്കി തിന്നാനും നല്ലതാണ്. പക്ഷെ ഇത്രയും ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നല്ലപോലെ കിട്ടി കേട്ടോ. ഇത് നല്ലതാണ്, വിറ്റാമിനെല്ലാം ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏതായാലും കുറച്ച് കിട്ടി. അടുത്ത വർഷത്തേനുള്ളത് ഞാനിതാ ശേഖരിച്ച് വെക്കാൻ അതിൻ്റെ വിത്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം നല്ലതായിട്ട് നടാൻ വേണ്ടി. ഇപ്രാവശ്യം നേരം വൈകിയോണ്ട് അത്രയേ നടാൻ പറ്റിയുള്ളൂ. എന്നാലും സാരമില്ല, ഇത്രയെല്ലാം കിട്ടിയല്ലോ. ഇതെല്ലാം അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഒരു സാധനം. ഇത് കൂവ പൊടിയാക്കും, പക്ഷേ എനിക്കങ്ങനെ ശരിക്കും അറിയില്ല. അത് മുറിച്ച് മിക്സിയിലെല്ലാം അരച്ച് എന്നിട്ടെല്ലാം വേണം. പക്ഷേ അതെനിക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനും മുതിരുന്നില്ല, വെറുതെ പുഴുങ്ങി തിന്നാൻ. അതോ ഇതാ രണ്ടാമത്തെ തടവും ഇതാ കിളച്ചു. അത് പിടിച്ച് പറിച്ച് അതിൻ്റെ ഇതാ അതിൻ്റെ പൊടിയെല്ലാം തട്ടി. അതിൻ്റെ ഉള്ളിലുണ്ട് ഒത്തിരി. ഇത് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരു വളവും ഇട്ടില്ല, വെറും അടുക്കള വേസ്റ്റ് മാത്രം ഇട്ടിട്ടാക്കിയതാണ്. ഇത് കണ്ടോ, അത്ര വലിയതായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എന്നാലും ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ കിട്ടി. കുഴപ്പമില്ല. ഇതാ പൊടികളെല്ലാം കൊട്ടി കളഞ്ഞ്. കുഴപ്പമില്ല. പേടിച്ച് പിടിച്ച് പറിച്ചെടുക്കാൻ കിളക്കാനെല്ലാം എളുപ്പമുണ്ട് കേട്ടോ. ഇത് നടാനും എളുപ്പമുണ്ട്, കിളച്ചെടുക്കാനും എളുപ്പമുണ്ട്. ഇത് ഒരാണുങ്ങൾ വന്ന് അത് കുഴിച്ച് മൂടുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ നടാനുള്ളതേ ഉള്ളൂ കൂവ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചാക്കിലായാലും എല്ലാം നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഇതാണ് കൂവ പൊടിയാക്കാൻ പറ്റുവാണെങ്കിൽ പൊടിയാക്കാം. പക്ഷേ എനിക്കിത് പുഴുങ്ങി തിന്നുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതാ ഇതിൻ്റെ തണ്ടിൽ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട്. ഒരു മുറം നിറയെ കിട്ടി ഏകദേശം. ഇനിയുണ്ട്, വേറൊരു തടവും കൂടിയുണ്ട്. 3 തടമായിട്ട് ഞാൻ ശരിക്കും ചാക്കിൽ നട്ടിട്ട് അത് ചാക്കിൻ്റെ ഉള്ളിൽ പുറത്തോട്ട് അതിൻ്റെ വിത്ത് വന്നേ. എന്നിട്ട് ഞങ്ങൾ ആദ്യം നിന്ന വീട്ടിൽ നിന്ന് അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇപ്പം താമസിക്കുന്നിടത്ത് നല്ല മണ്ണുണ്ട്. അതുകൊണ്ട് മണ്ണിലോട്ട് ആ ചാക്കിൽ നിന്നെല്ലാം എടുത്ത് നട്ടു. അതുകൊണ്ടാണ്. ചാക്കിലാണെങ്കിൽ ഇത്രയൊന്നും കിട്ടത്തില്ല. ശരിക്കും മണ്ണിൽ നട്ടുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. അയ്യോ, മടുത്തു പോയി. എന്നാലും കുഴപ്പമില്ല. ഒരു മുറം കൂവ പറിച്ചു. തീരുന്നേ ഇല്ല, ഇനിയും പറിക്കാനുണ്ട്. ഒരു ഇതും കൂടിയുണ്ട് പറിച്ചെടുക്കാൻ. അതും കൂടെ പറിച്ചെടുക്കണം. സന്ധ്യ ആകാറായി, അതുകൊണ്ട് ഭയങ്കര തിരക്ക് പിടിച്ച കളയാം. വേഗം പറിച്ചെടുത്ത് അത് ഇനിയിപ്പം ഇന്ന് പുഴുങ്ങാൻ നേരമില്ല. ഇനി 2 ദിവസം കഴിഞ്ഞ് ഇനി അത് പുഴുങ്ങണം. ഇനി ഒരു ഇത് തടവും കൂടിയുണ്ട്. അതിലിടക്ക് ഞാൻ അവിടെ ഒരു ചീര, ഇത് ചേമ്പ് ഇലയും തണ്ടും കൂടെ വെക്കുന്ന ഒരു ചീരയുണ്ട്. അതിന് മണ്ണ് തീരെ കുറവായിരുന്നു. അതിലിടക്ക് ഞാൻ മണ്ണെടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ കൂട്ടുന്ന ഭാഗമായി കാണുന്നത്. പക്ഷെ നല്ലോണം മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തണ്ടിനും ഇലക്കും ഇത് വരും. അപ്പോൾ തോരൻ വെക്കാനെല്ലാം നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയും ഇടയ്ക്ക് ചെയ്തു. അപ്പം ഇതാ എനിക്ക് അടുത്ത ഒരു ഇതും കൂടിയുണ്ട്. അതും കൂടെ പറിക്കാൻ വേണ്ടി പോകുക. അടുത്തു, എന്നാലും സാരമില്ല. ഇനി അടുത്ത വർഷം നല്ലതായിട്ട് നടണം. ഇത് അടുത്ത തടയാണ്. അത് 3 തടയായിട്ട് ചാക്കിലുള്ളത് അതേപടി മണ്ണിലോട്ട് വെച്ചത്. അതിലും നല്ലപോലെ ഉണ്ട് കണ്ട, ഇതിൽ നല്ല പോലെ ഉണ്ട് അത്. പക്ഷേ അധികം തടിയുണ്ടല്ലോ. കൂവയെല്ലാം ഇങ്ങനെ തന്നെയാണ്, അധികം തടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ആ വേസ്റ്റ് വളത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരുമാതിരിയെല്ലാം തടി ഉണ്ടായിരുന്നു. എല്ലാ കാട്ടിൻ്റെ ഇടയ്ക്ക് കൂടിയെല്ലാം ഇറങ്ങി വന്ന് അത് പറിച്ചെടുക്കാൻ മൂന്നാമത്തേത് പറിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നേ. എല്ലാം പറിച്ചിതാ ഞാനിതാ ഇത് മുറത്തിലാക്കി. ഈയിടെ നല്ല മണ്ണും കൂട്ടി മെഴുകിയ മുറാണ്, അതുകൊണ്ട് അതിപ്പോൾ നല്ല സൂപ്പറായി മുറ. ഇതെല്ലാം പറിച്ച് കഴിഞ്ഞു. ഇനി ഇതും കൂടിയേ ഉള്ളൂ.
ഇതെല്ലാം പറിച്ച് പറിച്ചിടുക. കിട്ടുന്നില്ല, അതിൻ്റെ ഉള്ളിൽ വയറെല്ലാം കയറിയിട്ട് ഈ പീച്ചിലിൻ്റെ വള്ളി ഉണ്ടായിരുന്നേ, അത് മൂടിക്കിടന്നത്, അതെല്ലാം പിടിച്ച് പറിച്ചെടുക്കുക. കുഴപ്പമില്ല. ഇനി ആ മുറകം കണ്ട നല്ലതായി കിട്ടിയില്ലേ? മുറം ഇങ്ങനെ മണ്ണും കൂട്ടി ഇങ്ങനെ മെഴുകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുറം കിട്ടുവേ. അപ്പം മുറം കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കുക. ഇതാ എൻ്റെ ഒരു മുറം കൂവ കണ്ട. എന്നാൽ ഓക്കേ, ബൈ ബൈ, ഇത്രയേ ഉള്ളൂ.